ഏടാ ബ്രോ, ഞാൻ എത്ര നാളെ എന്നോട് ചോദിക്കുന്നു ഒരു ബണ്ണി വണ്ടിലേക്കുള്ള ഒരാളെ ഫ്രണ്ട് ആക്കി തരാൻ വേണ്ടിട്ട്. ഞാൻ പിന്നെ അന്ന് എന്നോട് പറഞ്ഞതല്ലേ നിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഒരു ബണ്ണി വണ്ടിലേക്കുള്ള ഒരു ചേട്ടനുണ്ട്, പാവം ചേട്ടനാണെന്ന്. ആടാ ബ്രോ, ഉണ്ടടാ. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനാണത്. നിനക്ക് ഫ്രണ്ട് ആക്കി തരാൻ നോക്കുമ്പോഴൊക്കെ ആ ചേട്ടൻ ഓഫ്ലൈൻ ആണ് ഉണ്ടാവാറ്. അതുകൊണ്ടാ പിന്നെ ഫ്രണ്ട് ആക്കാൻ ഞാൻ. ഓ അത് ശരി. ഏടാ ബ്രോ, പിന്നെ ആ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബണ്ണി വണ്ടിലേക്കുള്ള അക്കൗണ്ട് ഒപ്പിച്ചു തരുമായിരിക്കും. ആ ചേട്ടൻ വലിയ പ്രോ പ്ലെയർ ആണെന്നല്ലേ നീ പറഞ്ഞത്? വേണമെങ്കിൽ ചെറിയ കാശിങ്ങാനും കൊടുത്താൽ ഒരു ബണ്ണി വണ്ടിലേക്കുള്ള ഒരു അക്കൗണ്ട് വേണമെങ്കിൽ ഒപ്പിച്ചു തരുമായിരിക്കും. എടാ ബ്രോ, അതൊന്നും അറിയത്തില്ലടാ. ആ ചേട്ടൻ ഒരു പ്രോ പ്ലെയർ ഒക്കെ തന്നെയാണ്, പക്ഷെ അക്കൗണ്ട് ഒന്നും ഒപ്പിച്ചു തരുമെന്ന് അറിയത്തില്ല. ആടെ ബ്രോ, അതൊക്കെ തരും. പ്രോ പ്ലേയേഴ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ആദ്യം എനിക്ക് ആ ചേട്ടനൊന്ന് ഫ്രണ്ട് ആക്കണം, അതിനുശേഷം വേണം ബണ്ണി വണ്ടിലേക്കുള്ള ഒരു അക്കൗണ്ട് ചോദിക്കാൻ വേണ്ടിട്ട്. നീ എന്തായാലും അധികം സമയം കളയാതെ വേഗം ആ ചേട്ടനെ ഇൻവൈറ്റ് അടിക്ക്. ആടെ ബ്രോ നിക്കടാ, ആദ്യം ആ ചേട്ടൻ ഓൺലൈൻ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഈശ്വരാ, ഓൺലൈൻ ഉണ്ടായാ മതിയായിരുന്നു. നീ അത് വേഗം നോക്കിയേ. ആടെ ബ്രോ, ആ ചേട്ടൻ ഓൺലൈൻ ഉണ്ട്. ഞാനിപ്പോ ഇൻവൈറ്റ് അടിക്കാം, നീ വെയിറ്റ് ആക്ക്. എന്റെ മോനെ A few moments later. എന്റെ മോനെ വിഷയം ഒന്നും പറയില്ല. എനിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല. ചേട്ടൻ ഒന്ന് ഫ്രണ്ട് ആക്കോ. എടാ അപ്പൊ നോക്കണം. എടാ നമ്മുടെ ടീമില് ബണ്ണി വണ്ടില് എന്റെ മോനെ വിഷയം. ആദ്യമായിട്ട് നമ്മുടെ സ്കോഡിലൊക്കെ ഒരു ബണ്ണി വണ്ടില് ചേട്ടൻ ഒന്ന് ഫ്രണ്ട് ആക്കോ. ഇവനേതാ? എടാ അബു, ഇവനേതാടാ? ഏതാ ഈ നൂബ്? ചേട്ടാ ചേട്ടാ, അതെന്റെ ഫ്രണ്ടാണ്. എന്റെ കൂടെ പഠിക്കുന്ന ചെറുക്കനാണത്. ഓ അത് ശരി. ഇവനൊക്കെ ഞാനെന്തിനാ ഫ്രണ്ട് ആക്കുന്നേ? അല്ല ചേട്ടാ, അവൻ എന്നോട് മുന്നേ പറയുന്നതാ ഒരു ബണ്ണി വണ്ടിലേക്കുള്ള ഒരു ആള് ഫ്രണ്ട് ആക്കണെന്ന്. അങ്ങനെ ഞാൻ ചേട്ടന് ഇൻവൈറ്റ് ചെയ്ത് കൊടുത്തേ. ഒന്ന് ഫ്രണ്ട് ആക്കിയൊരു പാവം ചെറുക്കനാണ്. ഒന്ന് പോടാ അവിടുന്ന്. ഇതിനിടയ്ക്ക് ഒരു സെക്കൻഡ് ലേറ്റ് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടാണ് എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്റെ ഫ്രണ്ട് ലിസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഫുൾ ആയിട്ടില്ലേ പ്രോ പ്ലേസ് ആയിട്ട്. ചേട്ടാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യോ, ഫ്രണ്ട് ആക്കണമെന്നില്ല. എനിക്ക് ബണ്ണി വണ്ടിലേക്കുള്ള ഒരു അക്കൗണ്ട് ചെറിയ കാശിനെ ഒപ്പിച്ചു തരും ചേട്ടാ. കൊള്ളാടാ കൊള്ളാം. ബണ്ണി വണ്ടിയിലുള്ള അക്കൗണ്ട് നിനക്കോ? നീ ഇതുവരെയായിട്ട് നിനക്ക് ടോപ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടോടാ? ഇതുവരെ ആയിട്ട് എയർഡ്രോപ്പ് പോലും എടുക്കാത്തവനാ ബണ്ണി വണ്ടിയിലൊക്കെ ഉള്ള അക്കൗണ്ട് എടുക്കാൻ പോകുന്നത്. എടാ നൂബേ, നീയൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ? ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് കളി നിർത്തിപ്പോ. അതാ നല്ലത്. ഇതിനെ പോലുള്ള ഒരു 30ന്റെ എയർഡ്രോപ്പ് പോലും എടുക്കാത്ത പ്ലേയേഴ്സ് ഈ ഗെയിമിന് തന്നെ അപമാനമാണ്. ഈ ഗരേനക്ക് ഇതുപോലുള്ള നൂബന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു അപ്ഡേഷൻ എങ്ങാനും കൊണ്ടുവന്നാ മതിയായിരുന്നു. ഇതുപോലുള്ള കുറെ എണ്ണം കാണും ഫ്രീ റിവാർഡ്സ് മാത്രം ക്ലൈം ചെയ്ത് ജീവിക്കുന്ന നൂബന്മാര്. എന്നിട്ടാണെങ്കിലോ അവന്റെ ആഗ്രഹം ബണ്ണി വണ്ടിയിലേക്കുള്ള അക്കൗണ്ട് വാങ്ങണമെന്ന്. പന്ന നൂബൻ ആദ്യം പോയി ഒരു എയർഡ്രോപ്പ് എടുക്കാൻ നൂബേ. എടാ ബ്രോ, ആ ചേട്ടൻ എന്തിനാണ് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് പോയേ? അതിന് മാത്രം ഞാൻ ആ ചേട്ടനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എടാ ബ്രോ, നീ അത് കാര്യാക്കണ്ട. ആ ചേട്ടന്റെ സ്വഭാവം അങ്ങനെയാണ്. നീ അത് കാര്യത്തിലെടുക്കൊന്നും വേണ്ട. ഇല്ല, ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല. അതുപോലെയാണ് ആ ചേട്ടൻ പറഞ്ഞിട്ട് പോയത്. ആ ചേട്ടൻ പറഞ്ഞതിന് അർത്ഥം എന്താ? എനിക്കൊരു ബണ്ണി വണ്ടിയിൽ പോയിട്ട് ഒരു എയർഡ്രോപ്പ് പോലും എടുക്കാൻ പറ്റത്തില്ല എന്നല്ലേ? അതെനിക്ക് മാറ്റി കൊടുക്കണം. എനിക്ക് ഇന്ന് തന്നെ ഒരു ബണ്ണി വണ്ടിയിലൊക്കെ ഉള്ള ഒരു അക്കൗണ്ട് എടുക്കണം. എനിക്കാണ് പിന്നെ അച്ഛൻ സൈക്കിൾ വാങ്ങാൻ വേണ്ടി തന്ന കാശ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ എനിക്കൊരു നല്ല ബണ്ണി വണ്ടിയിലൊക്കെ ഉള്ള ഒരു അക്കൗണ്ട് വാങ്ങണം. എടാ ബ്രോ, അതൊക്കെ വേണോടാ. ഈ ഒരു ചെറിയ സംഭവത്തിന് നിനക്ക് സൈക്കിളൊക്കെ വാങ്ങാൻ തന്ന കാശ് വെച്ചിട്ട് അക്കൗണ്ട് ഒക്കെ വാങ്ങണോ? വെറുതെ എന്തിനാണ് അക്കൗണ്ട് ഒക്കെ വാങ്ങി കാശ് കളയുന്നത്? ആ ചേട്ടന്റെ സ്വഭാവം പിന്നെ അങ്ങനെയാണ്. നീ അത് വിട്ട് അത് നീ കാര്യത്തിലെടുക്കണ്ട. എനിക്കും ആ ചേട്ടനെ വലിയ ഇഷ്ടമൊന്നും അല്ല. ചില സമയത്ത് ആ ചേട്ടന്റെ സ്വഭാവം ആർക്കും ഇഷ്ടപ്പെടില്ല. ഇനി വെറുതെ ആ ചേട്ടനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ട് ഒരു അക്കൗണ്ട് ഒക്കെ വാങ്ങി വെറുതെ കാശ് കളയണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് എന്തായാലും ഒരു ബണ്ണി വണ്ടിയിലുള്ള അക്കൗണ്ട് എടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇതൊക്കെ കേട്ടിട്ട് നീ മിണ്ടാതിരിക്കുമായിരിക്കും. എനിക്കത് ഇരിക്കാൻ പറ്റത്തില്ല. ഇതിന് ഞാൻ എന്തായാലും പ്രതികാരം ചെയ്യും. എടാ ബ്രോ, അപ്പൊ നീ അക്കൗണ്ട് എടുക്കുന്നതെന്ന് തീരുമാനിച്ചോ? ആണ് ബ്രോ, തീരുമാനിച്ചു. എന്നാ പിന്നെ നീ നിക്ക്. എനിക്ക് അറിയുന്ന ഒരു ട്രസ്റ്റ് ഡീലർ ഉണ്ട്. അവരുടെ അടുത്ത് തന്നെ അക്കൗണ്ട് വാങ്ങിക്കോ. ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്ത് തരാം. അവന്റെ അടുത്താകുമ്പോ ക്യാഷും കുറച്ച് കുറഞ്ഞു കിട്ടും. നീ നിക്ക്, അവനെ ഞാനിപ്പോ ഇൻവൈറ്റ് ചെയ്യാം. ആണ് ബ്രോ, ശരി ശരി. 15 minutes later. ബ്രോ, ഇവരൊരു അക്കൗണ്ട് ഒപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആ ചേട്ടാ, എനിക്കൊരു ബണ്ണി വണ്ടിയിലേക്കുള്ള നല്ലൊരു അക്കൗണ്ട് വേണമായിരുന്നു. ചേട്ടൻ്റെ നല്ല അക്കൗണ്ട് വല്ലതുണ്ടോ? ആഹാ, ഇത് കൊള്ളാലോ. നല്ല അക്കൗണ്ട് ഉണ്ടോന്നോ? എനിക്ക് ഏത് അക്കൗണ്ട് ആണോ വേണ്ടത്? എന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ എന്റെയും ഫ്രണ്ട് പോലെ തന്നെയാണ്. ഈ പറ, നിനക്ക് ഏത് അക്കൗണ്ട് ആണ് വേണ്ടത്? എല്ലാം ഉണ്ട്. ചേട്ടാ, എനിക്ക് ബണ്ണി വണ്ടിയിലേക്കുള്ള അത്യാവശ്യം നല്ലൊരു അക്കൗണ്ട് ഉണ്ടാവോ? ബണ്ണി വണ്ടിലോ? ആഹാ കൊള്ളാം. ബണ്ണി വണ്ടിയിൽ അക്കൗണ്ട് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സത്യമാണോ ചേട്ടാ? ആടെ മുത്തേ, ബണ്ണി വണ്ടിയിൽ അക്കൗണ്ട് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ കളക്ഷൻ വീഡിയോ ഒക്കെ വിട്ടുതരാം. നീ നോക്ക്, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്ക്. ഒന്നുകൊണ്ട് മേടിക്കണ്ട. റേറ്റ് ഒക്കെ ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ആക്കി തരാം. ബ്രോ, റേറ്റ് ഒക്കെ മാക്സിമം കുറച്ച് കൊടുക്കുക കേട്ടോ. മാക്സിമം നല്ല അക്കൗണ്ട് ഞാൻ എടുത്തു കൊടുക്കണേ. ആടാ, അതെന്ത് വർത്തമാനാണ്? ഇതൊക്കെ ഞാൻ ഏറ്റു. Next morning.
എന്റെ മോനെ സീൻ, നീ ടീം കോഡൊക്കെ തന്ന് കയറാൻ പറയുമ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ ഇത്രയോടൊന്ന് അക്കൗണ്ട് ഒക്കെ എടുത്തെന്ന്. ആടാ അക്കൗണ്ടൊക്കെ എടുത്തടാ. നിന്റെ ആ ഡീലർ ഒരു പാവം തന്നെ. എനിക്കാണെങ്കിൽ വേറെ 8000 രൂപക്കാ ഇത്തിരി നല്ല അക്കൗണ്ട് ഒക്കെ സെറ്റ് ആക്കി തന്നത്. ഇതിലാണ് പിന്നെ AK ലെവൽ 5, സ്കാർ ലെവൽ 6, പിന്നെ MB40 ആണെങ്കിൽ അതും ലെവൽ 6. പിന്നെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഗൺ കളക്ഷനും കോസ്റ്റ്യൂം കളക്ഷൻ എല്ലാം ഉണ്ട്. ഇമോട്ട് കളക്ഷൻ മാത്രമേ കുറച്ച് ക്ഷാമമുള്ളൂ, ബാക്കിയെല്ലാം സെറ്റ് ആണ്. സീൻ ഒന്നും പറയാനില്ല. എന്റെ മോനെ പ്രൊഫൈല് ഫുൾ ലൈറ്റോ. എന്റെ മോനെ 75 ലെവൽ 20,000 സംതിങ് ലൈക്കോ. എടാ ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എന്റെ മോനെ വിഷയം. എടാ ബ്രോ വേറെ ഒന്നുമില്ലെങ്കിൽ സീനില്ല. അക്കൗണ്ടിൽ ബണ്ണി വണ്ടിലുണ്ടല്ലോ, എന്നാൽ തന്നെ അക്കൗണ്ട് റെയർ ആയി. കാരണം ബാക്കിയുള്ള എല്ലാ വണ്ടിലും കയറാനെ തിരിച്ചു കൊടുത്തു, പക്ഷെ ബണ്ണി വണ്ടിൽ ഇതുവരെയായിട്ടും തിരിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിന്റെ അക്കൗണ്ട് നല്ല റെയർ ആവും. ആടാ ബ്രോ പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. എടാ ബ്രോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ എന്താണ് വിചാരിച്ചത് അതിനി നടന്നിട്ടില്ല. നീ വേഗം അവൻ ഇൻവൈറ്റ് ആക്ക്. എന്നെ കൊണ്ട് ഒരു എയർഡ്രോപ്പ് പോലും എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതല്ലേ അവൻ. എന്റെ കയ്യിൽ ബണ്ണി വണ്ടി കാണുമ്പോ അവനെന്താ പറയുന്നത് എനിക്ക് നോക്കണം. നീ അവനെ ഇൻവൈറ്റ് ചെയ്യ വേഗം. ആടാ ബ്രോ അത് ശരിയാ, ഞാനത് മറന്നുപോയി. ഞാൻ ഇപ്പൊ അവനെ ഇൻവൈറ്റ് ചെയ്യാം. A few moments later. ഓ ഇവനെ കൊണ്ട് എന്താടാ നീ ഇൻവൈറ്റ് ചെയ്തേ? ഞാനിപ്പോ ഒരു ബണ്ണി സ്കോഡിന്റെ പോലെ ഒരു മാച്ച് വന്ന് നിൽക്കുവായിരുന്നു. ഓ ആണോ ചേട്ടാ? ചേട്ടാ ഇവനെ ചേട്ടന് മനസ്സിലായോ? ഓ 75 ലെവലോ? എടാ ബണ്ണി വണ്ടിലൊക്കെ ഉണ്ടല്ലോ. ഇതാരാ? എനിക്കറിയത്തില്ല. എന്റെ മോനെ പ്രൊഫൈല് ഫുൾ ലൈറ്റ് അടിപൊളി അക്കൗണ്ട് ആണല്ലോടാ. ഇതാരാണ്? മലയാളിയാണോ? അല്ലടാ ബംഗാളിയാണ്. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? ഇവനോ? നിനക്ക് എവിടുന്നാണ് ഇത്രയും നല്ല അക്കൗണ്ട്? ചേട്ടാ അവൻ പുതിയ അക്കൗണ്ട് എടുത്ത്, അവന്റെ പുതിയ അക്കൗണ്ട് ആണിത്. എങ്ങനെയുണ്ട്? ചേട്ടനല്ല ഇന്നലെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നത് ഇവനൊരു എയർഡ്രോപ്പ് പോലും എടുക്കാൻ കഴിയില്ല എന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ, ഇഷ്ടപ്പെട്ടോ? ഓ അത് ശരി, അപ്പൊ റിവെഞ്ച് എടുത്തതാണല്ലേ? എടാ മോനെ ഈ ഇപ്പൊ ഒരു അക്കൗണ്ട് എടുത്തെന്ന് വെച്ച് നീ ഒന്നും ആവാൻ പോകുന്നില്ല, മനസ്സിലായോ? ഞാനൊക്കെ ഇത് കളിച്ചുണ്ടാക്കിയ അക്കൗണ്ടാണ്, അറിയാലോ. അറിയത്തില്ലെങ്കിലേ സമയം കിട്ടുമ്പോ അബൂരോടൊന്ന് ചോദിച്ചു നോക്കിയാ മതി. അതിനെന്താ നൂബേ, നിന്റെ കയ്യിലുള്ളതും പണി വണ്ടില്, എന്റെ കയ്യിലുള്ളതും പണി വണ്ടില്. എടാ കാട്ടിനൂബേ, ബണ്ണി വണ്ടിലുള്ള അക്കൗണ്ട് ഒക്കെ എടുക്കാൻ ഏതൊരു പൊട്ടനെയാവും. പക്ഷെ നല്ല സ്കില്ലുള്ള പ്ലെയർ ആണെങ്കിൽ മുന്നേ കളിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നിന്നെ പോലെ ഗണ്ണും കൈ പിടിച്ച് ഓടുന്ന നൂബായിരിക്കും. ഓ അത് ശരി, അതാണല്ലേ കാര്യം. എന്നാ പിന്നെ നീ റൂം കാർഡ് ക്രിയേറ്റ് ആക്കി, നമുക്ക് 1v1 കളിക്കാം. ആരാണ് സ്കില്ല് ഇടുന്നത് നമുക്ക് നോക്കാം. ആ അതെ അതെ അത് തന്നെയാണ് വേണ്ടത്. ചേട്ടാ പോയി ഒരു റൂം ക്രിയേറ്റ് ആക്കി, എന്നിട്ട് 1v1 കളിച്ചിട്ട് ആരെ ജയിക്കുന്നത് നോക്കാലോ. ആടാടാ ഞാൻ ഇപ്പൊ ക്രിയേറ്റ് ആക്കാം. നിന്റെ തല ഞാൻ ഇന്ന് അടിച്ചു പൊളിക്കും. ആ അത് കാണാം. നീ ആദ്യം പോയി റൂം കാർഡ് ക്രിയേറ്റ് ആക്കി നൂബേ. A few minutes later. Malurapo. Yeah. ലോക്കലീടി വാങ്ങുന്നു, ഒറന്റെ കൂടെ പോരുന്നു. Let's go. ഇടതു മാറി വലതു ചേർന്ന് ഒഴിഞ്ഞു മാറി ഞെരിഞ്ഞ മറന്ന് പോടാ. ഇവിടെ റൂൾസ് ഇല്ല, ബോക്സിംഗ് അറിയത്തില്ല, കുങ്ഫു പഠിച്ചിട്ടില്ല, പയറ്റു കണ്ടിട്ടേയില്ല, ജൂഡോ കേട്ടിട്ടേയില്ല. ആകെ എറിയാവുന്നത് മോനെ നല്ല നാടൻ കല്ല്. ഫൈറ്റ് തുടങ്ങിപ്പോയാ പിന്നെ നീ പറയില്ല സുല്ല്. നീ വേണേ ജീവിച്ചോ ലൈക്ക് അവർ വല്യക്കാരൻ. കയ്യുക്കുള്ളവൻ തന്നെയാടാ ഇവിടെ കാര്യക്കാരൻ. ഈ പ്ലേസ് ഡേഞ്ചറസ്, ഡോണ്ട് ഫൈറ്റ് ഓൺ യു ഇൻഡോറസ്. ഓടാനൂട് വഴിയുള്ള ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലില്ല, ഇത് കണ്ണാടി കാട്. നീ വാ കണ്ണുണ്ടേ കാണ്, ഞങ്ങൾ നിർമ്മിക്കും റൂള്. അലമ്പുണ്ടായാലും ഡൂള്. വാടാ നീ മുന്നിലേക്കോ, നേരെ വായനിലേക്കോ. ധൈര്യം മുണ്ടേ മുട്ടടാ, ഇല്ലല്ലോ ഡേട്ടാ പിന്നിലേക്കോ. ഇന്നു തീയതി 15, നാളെ നിന്റെ 16. ഞങ്ങളുടെ പ്രായം 17, ഇരിയടവുകളുണ്ടത് 18. മുണ്ടുപടക്ക് കോളറ് പൊക്ക് കൈപ്പത്തി കാട്ട്. ഓതിര ഘടകം മുഴുവ ഘടകത്തിലൊഴിവ്, പിന്നെ അശോകനും. ലോക്കലിറ്റി വാങ്ങുന്നു, ഒറന്റെ കൂടെ പോരുന്നു. ലോക്കലിറ്റി വാങ്ങുന്നു, ഒറന്റെ കൂടെ പോരുന്നു. ലോക്കലീതി വാങ്ങുന്നു, ഒറന്റെ കൂടെ പോരുന്നു. നീ ലോക്കലീതി വാങ്ങുന്നു, ഒറന്റെ കൂടെ പോരുന്നു. നീ Portemberasimuka. This is Malu rapper for Joe from Kannadikada. Niwa Kannunde Khan. God, that be a week now. Joe. Malu rapper. The next day. ഇന്നലെ അങ്ങനെ ഫുള്ള് ഹെഡ്ഷോട്ട് അടിച്ച് ആ മാച്ച് അങ്ങോട്ട് സ്വന്തമാക്കി. എന്തായിരുന്നു അവന്റെ ഡയലോഗ്? എല്ലാം പോയായിരുന്നു. കളി കഴിഞ്ഞാൽ അവൻ ഓഫ്ലൈൻ ആയി പോയി. ഓർക്കുമ്പോ ചിരി വരുന്നു. ആ എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്ന് നല്ലൊരു അക്കൗണ്ട് സ്വന്തമായി. ബണ്ണി വണ്ടിലൊക്കെ ഉള്ള അക്കൗണ്ട്. ഇനി എന്തായാലും അങ്ങോട്ടേക്ക് ഫുള്ള് പവർ ആക്കണം. ഇത്തിരി റയറായ ബണ്ണി വണ്ടിലല്ല എന്റെ അക്കൗണ്ട് കിടക്കുന്നത്. പിന്നെ അല്ല ഫുള്ള് സെറ്റ് ആക്കണം. ലക്രോയിൽ എന്തോ പുതിയ ഇവന്റ് വന്നിട്ടുണ്ടല്ലോ. എന്താ അത് നോക്കട്ടെ. എന്ത് ഇവന്റ് ആണാവോ? എന്തായാലും നോക്കട്ടെ. ബണ്ണി വണ്ടിലോ? ദാണ്ട് ബണ്ണി വണ്ടില് റിട്ടേണാ. അയ്യോ ചതിച്ചല്ലോ.
നെഞ്ചിലെ പൂതി തീർത്ത കോളനി കോഴിയാണേ നെഞ്ചിലെ പൂതി തീർത്ത